ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ടാണ്. മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് നിറച്ച് ധാരാളമായിട്ട് കായ്ക്കിട്ട് വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവനെ വെക്കുന്ന ഒരു എയർപോർട്ട്, മിറാക്കിൾ ഫാമിന് ഇതുപോലെ എയർപോർട്ട് പോട്ടുണ്ട്. ഈ പോട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്തി കായ്പ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് കായ് പിടിക്കും. അപ്പോൾ കൂടുതൽ പിടിക്കണമെങ്കിൽ നമ്മളതിന് ബോറോണും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ, വളങ്ങൾ കൊടുത്താൽ കറക്റ്റ് നല്ലപോലെ കാ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ DTDCയിൽ അയച്ചു തരാം. ഇവിടെ വന്നാൽ വലുത് കൊണ്ടുപോകാം. അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, കാരണം ഇപ്പോൾ ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇവിടെ കസ്റ്റമേഴ്സുണ്ട്, ഇവിടെ ജോലിക്കാരുണ്ട്. അവരെല്ലാം ചെടികളെല്ലാം നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് തരും. പിന്നെ ഞങ്ങൾ എറണാകുളത്തിനും തൃശ്ശൂരിനും ഇടയ്ക്ക് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത് വലിയൊരു ഫാം തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പണി നടക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ഇവിടെ കാണാത്തത്. നിങ്ങളിത് കാണുന്നവർ ഷെയർ ചെയ്യണം. നമ്മൾ അവിടെയും നമ്മുടെ കൃഷിത്തോട്ടമാണ്, അതെല്ലാം കുറച്ച് നാളുകളായിട്ട് ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും അറിയിക്കും. അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യുക. ഇവിടെ വന്ന് ഇത് വാങ്ങി വെക്കാം കേട്ടോ, അല്ല ഇത് കൊറിയർ വാങ്ങാം. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. നിറച്ച് കാഴ്ച എടുക്കാം. ഇതുണ്ടോ, നിറച്ച് അങ്ങോട്ട് നോക്കിയാൽ ഇതുണ്ടോ, ഇതിൽ വന്ന് എന്താ രസവും നോക്കി. ഇത് കണ്ടോ, കായ്കൾ കണ്ടോ. വളം കൊടുക്കുന്ന വെച്ചാൽ കുറവ്, ശ്രദ്ധ കുറവും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രൂട്ട് സൈസ് വലുതാവും. വളം പുറകെ കൊടുക്കണം. ലോഡ് കൂടും തോറും ചിലവ് കൂടും എന്ന് പറഞ്ഞ പോലെ വളവും വെള്ളവും കൂടുതൽ കൊടുക്കണം. അത് ഈ സമയത്താണ് കൊടുക്കേണ്ടത്, മഴക്കാലത്തല്ല. അപ്പോൾ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൈ വേണ്ടവർ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, ബൈ. രാവിലെ 9 മുതൽ 5 വരെ മിറാക്കിൾ ഫാം. കട്ടപ്പന വരാം. കട്ടപ്പനയിൽ നിന്ന് 10 കിലോമീറ്റർ. അതാണ് മിറാക്കിൾ ഫാമിൻ്റെ ലൊക്കേഷൻ. കട്ടപ്പന വന്നിട്ട് ലൊക്കേഷൻ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. മിറാക്കിൾ ഫാം ഹൗസ്.